ഹൂ ഈസ് ലവിങ് യു സീക്രട്ട്ലി? ആരാണ് നിങ്ങളെ സീക്രട്ടായിട്ട് പ്രണയിക്കുന്നത്? ആൻഡ് ഹൂ ഈസ് തിങ്കിങ് അബൌട്ട് യു? ഓക്കെ, തീർച്ചയായിട്ടും ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള വ്യക്തിയാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ പ്രണയിച്ച് അല്ലെങ്കിൽ ഈ പ്രണയബന്ധം തകർന്നു പോയൊരു വ്യക്തി തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അമിതമായി ചിന്തിക്കുന്നത്. അപ്പോൾ അത്രയും സീക്രട്ടായിട്ട് അവർ ആ ഒരു വേദന അവരുടെ ഉള്ളിൽ ഒതുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏതൊരു സമയത്തും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ വാല്യൂവിനെ പറ്റി ചിന്തിക്കുകയാണ്. ഈ റിലേഷൻഷിപ്പിൽ അവർക്കുണ്ടായിരുന്ന സന്തോഷങ്ങളെ പറ്റി അവർ ചിന്തിക്കുന്നുണ്ട്. അത്രയും ഡീപ്പായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണിത്. ഓക്കെ, ആൻഡ് യെസ്, പലപ്പോഴും നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലായ സമയത്തെല്ലാം ഈ വ്യക്തിയും നിങ്ങളിൽ നിന്നും അകന്നു പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങളായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷെ ഈ വ്യക്തിക്ക് ഒരിക്കലും ഈ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുപോകാൻ കഴിയുന്നില്ല. അത്രയും ഒരു പ്രസക്തമായ പ്രണയം ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ച് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ ഒരുപാട് ചേഞ്ചസിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഈ വ്യക്തി, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾക്കും ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്നുള്ള ഒരു ചിന്ത വരുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്കും അതിന് കഴിയുന്നുണ്ടാവില്ല. ഓക്കെ ഓക്കെ, ഇത് രണ്ടു പേരുടെ ഫീലിങ്സും ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ എന്ന് അറിയുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് രണ്ടു പേർക്കും ആ ഒരു സാഹചര്യം എത്ര ശ്രമിച്ചിട്ടും റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് മാറിപ്പോവാനായിട്ട് കഴിയാത്തൊരു സിറ്റുവേഷനും ഉണ്ടെന്ന് കാണുന്നുണ്ട്. യെസ് യെസ്, അത്രയധികം ലൈഫിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളോട് അവർ ഫൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ പോലും ഈ നിമിഷത്തിലും ആ വ്യക്തി നിങ്ങളെ വളരെ സീക്രട്ടായിട്ട് തന്നെ പ്രണയിക്കുന്നുണ്ട്. അത്രയും സിൻസിയറായിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ട് ഉള്ള പ്രണയം അവർ കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. കാരണം അവരുടെ ജീവിതത്തിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അത്രയും ഡിഫിക്കൽട്ട് ആയിട്ട് നിൽക്കുകയാണ്, അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ അവർ നിൽക്കുകയാണ്. എന്നിട്ട് പോലും അവർ നിങ്ങളുടെ പ്രണയം അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അവർ നിങ്ങളെ അത്രയും ഡീപ്പായിട്ട് തന്നെ ഇപ്പോഴും പ്രണയിക്കുന്നുണ്ടെന്ന് തന്നെ വ്യക്തമാണ്. ആൻഡ് യെസ്, തീർച്ചയായിട്ടും ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ ഉടൻ തന്നെ സംഭവിക്കുന്നതാണ് കാണുന്നത്. ഒത്തിരി ചേഞ്ചസ് ആണ് അതിൽ വരുന്നത്. അതിലേക്കായിട്ടുള്ള ഒത്തിരി യൂണിവേഴ്സൽ സയൻസ്, എസ്പെഷ്യലി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഗോൾഡൻ കളറിനോട് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നുണ്ടാവാം. അതുപോലെ തന്നെ വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഒരുപാട് അബൻഡൻസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഈ ഒരു കാർഡ് വരുന്നത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ 11 11 111 എന്നുള്ള നമ്പേഴ്സ് നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കാണുന്നുണ്ടാവും. അതെല്ലാം ഈ ഒരു ചേഞ്ച് ആണ് കാണുന്നത്. അതായത് ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ ഒരു കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇത്രയും കാർഡ്സിലൂടെ നമുക്ക് വ്യക്തമാവുന്നത്. അതായത് ഇത്രയും ഡീപ്പായിട്ട് ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുള്ള പ്രണയമുണ്ട്. അതായത് അത്രയും സത്യസന്ധമായിട്ടുള്ള ഒരു പ്രണയം തന്നെയാണ്. അതുകൊണ്ട് അതിന് ആ ഒരു ജസ്റ്റിസ് അവർക്ക് ലഭിക്കുമെന്നുള്ളത് ഡെഫിനറ്റ്ലി അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, യെസ്, ആ വ്യക്തി ഒത്തിരി ഫിനാൻഷ്യൽ ഇഷ്യൂസ് നേരിടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾക്കുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള പ്രണയമൊന്നും അവർക്ക് കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതിന്റെ പേരിലായിരിക്കണം നിങ്ങൾ തമ്മിൽ ഈ സെപ്പറേഷൻ ഉണ്ടായത്. പക്ഷെ അത്രയും ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഇപ്പോൾ അവർ നേരിടുന്ന ഒരു സമയം ആണെന്ന് മനസ്സിലാക്കുക. കുറച്ച് പേര് ഇത് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. നിങ്ങൾ തമ്മിൽ നേരിൽ കണ്ടിട്ട് തന്നെ ഒത്തിരി നാളുകളായിട്ട് ഉണ്ടാവാം. പക്ഷെ എങ്കിൽ പോലും ആ വ്യക്തി അത്രയും ഡീപ്പായിട്ട് ആ വ്യക്തിയുടെ വേൾഡ് തന്നെ നിങ്ങളാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വ്യക്തിയുടെ പ്രണയം അത്രയും ഡീപ്പാണ്, അത്രയും സിൻസിയർ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, യെസ്, ഡെഫിനറ്റ്ലി ഹി ഓർ ഷീ ഈസ് ഹോൾഡിങ് എ ഹാർട്ട് ഫോർ യു. അത്രയും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രണയം തന്നെയാണ്. ആ വ്യക്തിയുടെ ഹൃദയം നിറയെ നിങ്ങൾക്കുള്ള പ്രണയമാണ്. ആ വ്യക്തി ആ ഒരു പ്രണയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ,
നിങ്ങളുടെ ആ ഒരു സന്തോഷം ആ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ സീക്രട്ടായിട്ട് തന്നെ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ സന്തോഷമാണ് ആ വ്യക്തിയുടെ സന്തോഷം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണിത്. ഓക്കെ. യെസ്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് മാരേജ് പോലുള്ള അല്ലെങ്കിൽ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റിലേക്കൊക്കെ നീങ്ങണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് തരത്തിലുള്ള അതുപോലെ തന്നെ എന്ത് തരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് മറ്റുള്ളവർ അംഗീകരിക്കാത്ത റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അതെല്ലാം ഈ വ്യക്തി ഇപ്പോൾ അവഗണിക്കാനും തയ്യാറാണ് എന്ന് കാണുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ അതിനുള്ള സാധ്യത കുറവായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം. പക്ഷെ എങ്കിലും അത്തരം സിറ്റുവേഷൻസ് പോലും ഈ വ്യക്തി അവഗണിച്ചുകൊണ്ട് നിങ്ങളെ പ്രണയിക്കുന്നു എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ പലർക്കും ഒരു സ്റ്റോം വാർണിംഗ് കാണുന്നുണ്ട്. ഈ സിറ്റുവേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടെന്നൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, അത്തരം തടസ്സങ്ങളുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇപ്പോൾ അവരൊരു അഡ്ജസൻറ്റ് പോസിബിലിറ്റി ആണ് അന്വേഷിക്കുന്നത്. അതായത് നേരിട്ട് ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എങ്കിൽ പോലും മറ്റൊരു പോസിബിലിറ്റി ഈ വ്യക്തി ചൂസ് ചെയ്യാനായിട്ട് തയ്യാറാണ്. ഓക്കെ, ഏത് സാഹചര്യത്തെയും മറികടന്നുകൊണ്ട് നിങ്ങളിലേക്ക് തിരികെ വരാൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും ഡീപ്പായിട്ടുള്ള പ്രണയം ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, അതുകൊണ്ട് ഈ വ്യക്തി ഒരു ആക്ഷൻ എടുക്കണമെന്ന് തീരുമാനം എടുക്കുന്നുണ്ട്. അവരുടെ മനസ്സ് കൊണ്ട് എപ്പോഴും അവർ നിങ്ങളുടെ അരികിലാണുള്ളത്. ഓക്കെ, സാഹചര്യങ്ങളാണ് അവരെ പിന്നിലേക്ക് ആക്കുന്നത് എങ്കിലും മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ അരികിലേക്ക് ഓടിയെത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ സിറ്റുവേഷൻസിനോടെല്ലാം ഫൈറ്റ് ചെയ്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളുടെ അരികിൽ എത്തിച്ചേരും. അതിനുള്ള ഒരു കോൺഫിഡൻസ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് ഇത്രയും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് ഏഞ്ചൽസിന്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. ഐ ഫിയർ യു വിൽ നെവർ ഫർഗീവ് മീ. ഓക്കെ, വീണ്ടും വീണ്ടും ആ ഒരു മെസ്സേജ് തന്നെയാണ് വരുന്നത്. അവർ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടാവാം. അതിന്റെ പേരിൽ അവർ എപ്പോഴും ഡൗട്ട് ചെയ്യുന്നുണ്ട്, ഫിയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ. ഓക്കെ, ആൻഡ് ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് ടു യു. ഓക്കെ, നിങ്ങൾക്കൊരു പ്രോമിസ് തരാണ്, തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അവർ തിരികെ വരും എന്നുള്ളൊരു കാര്യം. യു സ്റ്റിൽ ഹോൾഡ് ദ കീ ടു മൈ ഹാർട്ട്. ഐ ലവ് യു സോ വെരി മച്ച്. ലവ് യു എ ലോട്ട്. ഇപ്പോഴും അവരുടെ ഹൃദയത്തിന്റെ കീ എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിലാണ്. അത്രമാത്രം അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. അത്രയും ഒരു ഡീപ്പായിട്ടുള്ള പ്രണയം അവരുടെ ഉള്ളിലുണ്ട്. ഓക്കെ, ഐ കാൺട്ട് ഗെറ്റ് യു ഔട്ട് ഓഫ് മൈ മൈൻഡ്. അവരുടെ മനസ്സിൽ നിന്നും ഒരിക്കലും നിങ്ങളെ ഒഴിവാക്കാൻ അവർക്ക് കഴിയില്ല. ആ ഒരു കാര്യം ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയുന്നുണ്ടാവില്ല. യു ആർ മൈൻ, ഐ ലവ് യു. ഓക്കെ, നിങ്ങൾ അവരുടേതാണ്. അത്രയും നിങ്ങളോട് അവർ പ്രണയം കീപ്പ് ചെയ്യുന്നുണ്ട്.